വെൽക്കം ടു ക്രേസി ഷെഫ്. നമ്മളിന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു അറബിക് ഡിഷാണ്. ചിക്കൻ മജ്ബൂസ്, ദ നാഷണൽ ഡിഷ് ഓഫ് ബഹ്റൈൻ. ബാക്കി അമ്മ പറയും. ഓക്കെ, അപ്പം ചിക്കൻ മജ്ബൂസ് എന്ന് പറയുന്നത് നമ്മുടെ ബിരിയാണിയും കബ്സ മന്തിയൊക്കെ പോലെ തന്നെ ഓൾമോസ്റ്റ് സിമിലർ ആണ്. പിന്നെ അതിൻ്റെ കുക്കിംഗ് മെത്തേഡും ചേർക്കുന്ന ഇൻഗ്രീഡിയൻസും ഡിഗ്രി ഓഫ് സ്പൈസസും ഒക്കെ അനുസരിച്ച് ചെറിയ ചെറിയ വ്യത്യാസങ്ങളുണ്ട്. അപ്പോൾ നമുക്ക് ടൈം കളയാതെ സ്റ്റാർട്ട് ചെയ്യാം. ഇവിടെ ഞാൻ ഒരു 6 വലിയ പീസ് ചിക്കൻ കഴുകി വൃത്തിയാക്കി ഉപ്പും 1 ടീസ്പൂൺ നാരങ്ങാനീരും 1 ടീസ്പൂൺ കുരുമുളകും ചേർത്ത് മിക്സ് ചെയ്ത് ഒരു 10 മിനിറ്റ് വെച്ചിരുന്നു. ഇനി ഇതിലേക്ക് നമുക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാല പൗഡർ, 1 ടീസ്പൂൺ ചില്ലി പൗഡർ, എന്നിട്ട് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത ശേഷം ഫ്രിഡ്ജിൽ ഒരു 1/2 അവർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കണം. ഈ ടൈമിൽ നമുക്ക് മജ്ബൂസിൻ്റെ ബാക്കി പ്രിപ്പറേഷൻസ് ഒക്കെ ചെയ്യാം. ഞാനിവിടെ 2 കപ്പ് ബസ്മതി റൈസ് വാഷ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് 3.5 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഒരു 20 മിനിറ്റ്സ് സോക്ക് ചെയ്ത് വെക്കണം. ആ ടൈമിൽ നമുക്ക് മജ്ബൂസിൻ്റെ അടുത്ത പ്രിപ്പറേഷൻ ചെയ്യാം. ഇവിടെ ഞാൻ അത്യാവശ്യം വലിപ്പമുള്ള ഒരു നോൺ സ്റ്റിക്ക് പാൻ എടുത്തിട്ടുണ്ട്. അതൊന്ന് ചൂടാകുമ്പോഴേക്കും ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യും അതേപോലെ 1 ടേബിൾ സ്പൂൺ ഓയിലും ഒഴിച്ചു കൊടുക്കണം. ഞാനിവിടെ എടുത്തിരിക്കുന്നത് സൺഫ്ലവർ ഓയിലാണ്. നെയ്യ് ഇഷ്ടമുള്ളവരാണെങ്കിൽ ഓയിൽ ഒഴിച്ചു കൊടുക്കണമെന്നില്ല, 3 ടേബിൾ സ്പൂൺ നെയ്യ് യൂസ് ചെയ്താലും മതി. ഇനി ഇതൊന്ന് നന്നായി ചൂടായി വരുമ്പോഴേക്കും ഇതിലേക്ക് ഞാൻ കുറച്ച് ബദാമും കാഷ്യൂ നട്ട്സും ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിനങ്ങനെ പ്രത്യേകിച്ച് അളവുകളൊന്നും ഇല്ല. നിങ്ങൾക്ക് നട്ട്സ് കൂടുതൽ ഇഷ്ടമാണെങ്കിൽ കുറച്ചുകൂടെ കൂടുതൽ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പം ഞാനിത് ചെറുതായിട്ടൊന്ന് വറുത്തെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി അടുത്തത് നമുക്ക് ഇടേണ്ടത് സ്പൈസസ് ആണ്. ഞാനിവിടെ എടുത്തിരിക്കുന്നത് 10 കുരുമുളക്, 1 തക്കോലം, 2 ബേ ലീഫ്, 4 ഗ്രാമ്പൂ, 2 ഏലക്ക, പിന്നെ 2 കറുവപ്പട്ട, ഇത്രയുമാണ്. ഇനി ഇതൊന്ന് ചെറുതായി മൂത്തതിന് ശേഷം 2 വലിയ സവാള നീളത്തിൽ കനം കുറഞ്ഞ് കട്ട് ചെയ്തതും കൂടി ഇട്ട് കൊടുത്ത് അതൊന്ന് വഴന്ന് കിട്ടാൻ ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി ഒരു 10 മിനിറ്റ് നമുക്കൊന്ന് വെയിറ്റ് ചെയ്യണം. മജ്ബൂസ് ബഹ്റൈൻ്റെ നാഷണൽ ഡിഷാണ്. അപ്പോൾ ബിരിയാണിയുടെയും കബ്സയുടെയും മന്തിയുടെയും ഒക്കെ യഥാർത്ഥ അവകാശികൾ ആരാണെന്നറിയോ? ബിരിയാണി എന്ന് പറയുന്നത് ഇന്ത്യൻസിൻ്റെ ഫുഡാണ്, അതെല്ലാവർക്കും അറിയാമല്ലോ. കബ്സ എന്ന് പറയുന്നത് നാഷണൽ ഡിഷ് ഓഫ് സൗദി അറേബ്യയാണ്. അതുപോലെ മന്തി എന്ന് പറയുന്നത് ട്രഡീഷണൽ ഡിഷ് ഓഫ് യമനാണ്. ഓക്കെ, അപ്പോൾ ഉള്ളിയുടെ ഏകദേശം വഴന്നു കഴിഞ്ഞു. ഇനി നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കേണ്ടത് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതാണ്. അതുകൂടി നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് ഏകദേശം 1 ടേബിൾ സ്പൂണോളം ഉണ്ട്. ഇനി ഇതിൻ്റെ പച്ചമണം ഒന്ന് മാറുന്നത് വരെ നന്നായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. ഇനി ഇതെല്ലാം കൂടി നന്നായി ഒന്ന് വഴന്ന് വരുമ്പോഴേക്ക് വേണം നമുക്കിതിലേക്ക് ടൊമാറ്റോ പ്യൂരി ആഡ് ചെയ്ത് കൊടുക്കാനായിട്ട്. അതിന് വേണ്ടിയിട്ട് ഞാൻ 2 വലിയ ടൊമാറ്റോയാണ് എടുത്തത്. ഇതാ കണ്ടില്ലേ? അപ്പോൾ ഇനി ഇതുകൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഒരല്പം എരിവൊക്കെ വേണമെന്നുള്ളവരാണെങ്കിൽ ഇതിലേക്ക് ഒരു 2 പച്ചമുളക് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം. ഇത് അധികം എരിവില്ലാത്ത പച്ചമുളകാണ്. ഇനി മീഡിയം ഫ്ലെയിമിൽ ഇട്ട് കൊടുത്തുകൊണ്ട് ഒരു 5 മിനിറ്റ് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. എന്നിട്ട് ഇനി ഇടേണ്ടത് ഡ്രൈഡ് ലെമൺ ആണ്. ഞാനിവിടെ ഒരെണ്ണമേ ഇട്ട് കൊടുക്കുന്നുള്ളൂ, കാരണം പിന്നീട് ഞാൻ ലെമൺ ജ്യൂസ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അത് കത്തി വെച്ച് കണ്ട് ഇതുപോലെ ഒന്ന് ചെയ്തിട്ട് വേണം ഇട്ട് കൊടുക്കാനായിട്ട്. പ്രിക്ക് ചെയ്യുമ്പം ശ്രദ്ധിച്ചോണം, കൈ മുറിയരുത്. കാരണം ഡ്രൈഡ് ലെമൺ ആണ്, അത് ഹാർഡാണ്. അപ്പം അറിയാതെ കത്തി തെന്നി കയ്യിൽ കൊള്ളാൻ ഇടവരരുത്. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കണം. എന്നിട്ട് ഇതിലേക്കിനി 1 പിഞ്ച് നട്ട്മഗ് പൗഡർ കൂടി ഇട്ട് കൊടുക്കണം. ഇത് കടയിൽ നിന്ന് മേടിച്ചൊന്നുമല്ല, എൻ്റെ കയ്യിൽ തന്നെ ഉണ്ടായിരുന്ന ജാതിക്ക ഗ്രേറ്റ് ചെയ്തെടുത്തതാണ്.
അടുത്തതായിട്ട് വേണ്ടത് 1 ടേബിൾ സ്പൂൺ മജ്ബൂസ് മസാലയാണ്, അതുകൂടി ഇട്ട് കൊടുക്കണം. പിന്നെ 1/2 ടീസ്പൂൺ ഗരം മസാല പൗഡർ, 1 ടീസ്പൂൺ മുളക് പൊടി, പിന്നെ വേണ്ടത് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുത്തുകൊണ്ട് മസാലപ്പൊടികളുടെയൊക്കെ പച്ചപ്പ് മാറുന്നത് വരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഇതിന് ശേഷം നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാനുള്ളത് മല്ലിയിലയും പുതിനയിലയുമാണ്. ഞാനിവിടെ രണ്ടും കൂടി ഒരു പിടി എടുത്തിട്ടുള്ളൂ, അതുകൂടി നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമ്മുടെ കുട്ടി ഷെഫ് പറയുന്നത് പോലെ മിക്സ് മിക്സ് മിക്സ്. ഇനി നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കേണ്ടത് പുളിയില്ലാത്ത 1 ടേബിൾ സ്പൂൺ തൈരാണ്. അതുകൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്കിതെല്ലാം കൂടെ ഒന്നുകൂടെ മിക്സ് ചെയ്തെടുക്കാം. ഇനി വേണ്ടത് 1/2 കപ്പ് ചൂടുവെള്ളമാണ്. അതും കൂടെ നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് 5 മിനിറ്റ് മീഡിയം ഫ്ലെയിമിലിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ച ശേഷം ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കണം. എരിവ് കൂടുതൽ വേണ്ടെന്നുള്ളവർക്കാണെങ്കിൽ കാശ്മീരി പൗഡർ യൂസ് ചെയ്യാം. പിന്നെ ഒരു കാര്യമുള്ളത്, വീഡിയോയുടെ ലെങ്ത് അധികം കൂടാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ, കോമൺ ആയിട്ട് നമുക്കെല്ലാം അറിയാവുന്ന കാര്യങ്ങൾ, അതിനൊരുപാട് എക്സ്പ്ലനേഷൻ തരാതെ ഞാൻ വീഡിയോ സ്കിപ്പ് ചെയ്ത് അതിൻ്റെ ലെങ്ത് കുറച്ചിട്ടുണ്ട്. ഇതിപ്പോൾ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. 2-3 മിനിറ്റ് കൂടെ അത് അങ്ങനെ തന്നെ കിടക്കട്ടെ. അതിനുശേഷം നമുക്കിതിലേക്ക് ടൊമാറ്റോ പേസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കാനുണ്ട്. ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ ടൊമാറ്റോ പേസ്റ്റ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. ഇനി എന്താ നമ്മുടെ അടുത്ത സ്റ്റെപ്പ്? നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെച്ചിരുന്നില്ലേ ചിക്കൻ, അതെടുത്ത് ഈ ഗ്രേവിയിലോട്ട് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കണം. ഞാനിപ്പോൾ ഓരോ പീസസ് ആയിട്ട് ചിക്കൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഇത് നന്നായിട്ട് ഈ പറഞ്ഞ പോലെ നന്നായിട്ട് മിക്സ് ചെയ്ത ശേഷം ചിക്കന് ഓരോ വശവും 5 മിനിറ്റ് വീതം ഇത് ലോ ഫ്ലെയിമിലിട്ട് തിരിച്ചും മറിച്ചും ഇട്ട് നമുക്ക് കുക്ക് ചെയ്തെടുക്കണം. എന്നാലേ നമ്മുടെ ഈ ഗ്രേവിയുടെ ടേസ്റ്റും ഫ്ലേവറും എരിവും ഒക്കെ ഈ ചിക്കനിലോട്ട് പിടിക്കുള്ളൂ. ഇനി ഇതൊരു 5 മിനിറ്റ് നമുക്ക് അടച്ചു വെച്ചൊന്ന് വേവിക്കാം. 5 മിനിറ്റിന് ശേഷം നമുക്ക് ഈ ചിക്കൻ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കണം. എന്നിട്ട് വീണ്ടും ഒരു 5 മിനിറ്റ് കൂടെ അടച്ചു വെച്ച് ലോ ഫ്ലെയിമിൽ വെച്ച് ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. ഇതിപ്പോൾ ചിക്കൻ നമ്മൾ 5 മിനിറ്റ് വീതം 2 വശവും തിരിച്ചു മറിച്ചിട്ട് നമ്മൾ കുക്ക് ചെയ്തെടുത്തു കഴിഞ്ഞു. ഇനി വേണ്ടത് നമ്മൾ റൈസ് സോക്ക് ചെയ്ത് വെച്ചിരുന്ന വെള്ളം കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് തിളയ്ക്കുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യണം. ഒരു 2-3 മിനിറ്റ് ചിക്കൻ ഇതിൽ കിടന്ന് നന്നായിട്ടൊന്നുകൂടെ കുക്കായതിനു ശേഷം ഈ ചിക്കൻ പീസസ് എല്ലാം നമുക്ക് ഇതിൽ നിന്ന് എടുത്ത് മാറ്റണം. പിന്നെ ഒരു കാര്യം കൂടി സ്ഥിരം പറയാറുള്ള കാര്യമാണ്,
അപ്പോൾ ചിക്കൻ മജ്ബൂസ് റെഡിയായി കഴിയുമ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. റെസിപ്പി ഇഷ്ടമായെങ്കിൽ കമൻറ്റ് ചെയ്യണം, ഫീഡ്ബാക്ക് അറിയിക്കണം. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് ഇനി ആരെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ എല്ലാവരും ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണം. ഇത് പറയാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഒരു ഗ്യാപ്പ് കിട്ടി. പിന്നീട് ടൈം ചിലപ്പോൾ തികയാതെ വന്നാലോ എന്ന് കരുതിയാണ് ഇപ്പോൾ തന്നെ ഞാനിത് പറഞ്ഞത്. അപ്പോൾ അതാ ചിക്കൻ എല്ലാം ഞാൻ ഇതിൽ നിന്ന് എടുത്ത് മാറ്റി കഴിഞ്ഞു. ഇനി ഇതിലേക്ക് ഒരു ചിക്കൻ ക്യൂബും 1 ടേബിൾ സ്പൂൺ നാരങ്ങ നീരും ഒഴിച്ചു കൊടുത്ത ശേഷം നമ്മൾ സോക്ക് ചെയ്ത് വെച്ചിരുന്ന റൈസ് ഇതിലോട്ട് ഇട്ട് കൊടുത്തൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അതുപോലെ ഒരു കാര്യം പറയാൻ മറന്നത്, ചിക്കൻ്റെ ഞാനിവിടെ ബ്രസ്റ്റ് പീസാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഫുൾ ലെഗ് പീസ് തന്നെ എടുക്കാം. അതുപോലെ തന്നെ ഞാൻ ചിക്കൻ്റെ സ്കിൻ റിമൂവ് ചെയ്തായിരുന്നു. അപ്പോൾ സ്കിന്ന് വേണമെന്നുള്ളവർക്ക് സ്കിന്നോടുകൂടി തന്നെ ഇത് കുക്ക് ചെയ്തെടുക്കാവുന്നതാണ്. ഇതിപ്പോൾ ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ ഉപ്പൊന്ന് നോക്കണം. എനിക്ക് ഒരല്പം ഉപ്പ് കുറവാണെന്ന് തോന്നിയുകൊണ്ട് ഞാനൊരല്പം ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊന്ന് ഇളക്കി യോജിപ്പിച്ച ശേഷം ലോ ഫ്ലെയിമിലിട്ട് കൊടുത്തുകൊണ്ട് ഒരു 20 മിനിറ്റ്സ് നമുക്കിത് അടച്ചു വെച്ചൊന്ന് വേവിക്കണം. ആ ടൈമിൽ നമുക്ക് ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ടൊരു പാൻ ഞാനിവിടെ വെച്ച് കഴിഞ്ഞു. പാനൊന്ന് ചൂടാകുമ്പോഴേക്കും ഇതിലേക്ക് ചിക്കൻ ഫ്രൈ ചെയ്യാൻ ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ ഇതിലോട്ട് ചിക്കൻ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കുകയാണ്. സാധാരണ നമ്മൾ മജ്ബൂസിൽ ചിക്കൻ ഫ്രൈ ചെയ്യുന്നത് ഈ രീതിയിലാണ്. അതല്ല, നമുക്ക് കുറച്ചുകൂടെ മസാലയൊക്കെ വേണമെങ്കിൽ കുറച്ച് ലൈറ്റായിട്ട് മസാലയൊക്കെ പുരട്ടിയിട്ട് ഫ്രൈ ചെയ്തെടുത്താലും മതി. ഇത് ഒരുപാട് നേരം ഫ്രൈ ചെയ്തെടുക്കരുത്, കാരണം ഇത് ഓൾറെഡി നമ്മൾ കുക്ക് ചെയ്തതാണ്. ഇതിൻ്റെ പുറം ഭാഗം ഒന്ന് ചെറുതായിട്ടൊന്ന് കളറ് മാറി ചെറുതായിട്ടൊന്ന് മുരിഞ്ഞ് കിട്ടണം. ആ ഒരു പരുവത്തിന് മതി. അപ്പോൾ ദാ ഇതുപോലെ ഞാൻ ചിക്കൻ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഇടയിൽ നമ്മളുടെ റൈസിൻ്റെ കാര്യം മറന്നു പോകരുത്. ഇടയ്ക്ക് നമ്മുടെ റൈസിലോട്ടൊരു ശ്രദ്ധ വേണം, കാരണം പല റൈസുകൾക്കും പല വേവായിരിക്കും. ഞാനിവിടെ ഇന്ത്യ ഗേറ്റിൻ്റെ ബസ്മതി റൈസാണ് യൂസ് ചെയ്തത്. ഇതിപ്പോൾ നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. ഇതിൽ വെള്ളമെല്ലാം പറ്റി നല്ല കറക്റ്റിന് വേവിന് എത്തിയിട്ടുണ്ട്. സ്റ്റീം കാരണം ഒന്നും കാണാൻ പറ്റുന്നില്ല അല്ലേ? ക്യാമറയിലോട്ട് ഇതിൻ്റെ ആവി അടിക്കുന്ന കാരണം ക്ലിയർ ആകണില്ല. ഇപ്പോൾ ഓക്കെ അല്ലേ? ഇനി നമുക്കടുത്തത് ഇത് സെർവ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പ്ലേറ്റ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് റൈസ് ഇതിലോട്ട് ഇട്ട് കൊടുത്തുകൊണ്ട് ഒന്ന് ഗാർണിഷ് ചെയ്തെടുക്കണം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഈ സ്പെഷ്യൽ ഡിഷ് ഗാർണിഷ് ചെയ്ത് തരുന്നത് നമ്മുടെ കുട്ടി ഷെഫാണ്. കുറേ നേരമായിട്ട് അതിന് വേണ്ടിയിട്ട് കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മുടെ കുട്ടി ഷെഫ് ഉണ്ടാക്കിയിരിക്കുന്നത് ക്യാരറ്റ് കൊണ്ടുള്ള കുറച്ച് ഫ്ലവേഴ്സാണ്. ഇതാ കണ്ടില്ലേ, ഇത് നമ്മുടെ കുട്ടി ഷെഫിൻ്റെ കഷ്ടപ്പാടാണ് ഈ കാണുന്നത്. എങ്ങനെയുണ്ട് എൻ്റെ ക്യാരറ്റ് ഫ്ലവേഴ്സ്? കൊള്ളാവോ? ഇനി നമ്മൾ വറുത്ത് വെച്ചിരുന്ന നട്ട്സും അതുപോലെ തന്നെ കുറച്ച് മല്ലിയിലയും കൂടി ഇതിൽ ഇട്ട് കൊടുത്ത് ഗാർണിഷ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ചിക്കൻ മജ്ബൂസ് റെഡിയായി കഴിഞ്ഞു. അപ്പോൾ ഈ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നെക്സ്റ്റ് ഒരു വീഡിയോയിൽ നമുക്ക് മീറ്റ് ചെയ്യാം. അപ്പോൾ അതുവരേക്കും ഗുഡ് ബൈ ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ്.